നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കേരളത്തെ ഞെട്ടിച്ച് പാറശാല ഷാരോൺ വധക്കേസിൽ നിർണായകമായ വിധിയുമായി കോടതി. പ്രതികളായ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു. കൊലപാതകം നടന്ന 2 വർഷത്തിനു ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2022 ഒക്ടോബറിലാണ് സംഭവം നടക്കുന്നത്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് ഒരു സൈനികന്റെ വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ച് കഷായം നൽകുകയുമായിരുന്നു. കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശനിലയിലാവുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. ഇതിനിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരോൺ നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും ഷാരോൺ പറഞ്ഞിരുന്നു. എന്നാൽ തന്നെ ഗ്രീഷ്മ അപായപ്പെടുത്തുമെന്ന് കരുതിയില്ലെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഈ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് തുമ്പായത്. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും കേസിൽ നിർണായകമായി. സംഭവത്തിൽ ഗ്രീഷ്മയെയും അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മലകുമാരനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിനിടെ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. 2023 ജനുവരി 25-നാണ് കേസ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 15-നാണ് വിചാരണ തുടങ്ങിയത്. ജനുവരി മാസം 3-ാം തീയതി അവസാനിച്ചു. 95 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. 22-ാം വയസ്സിലാണ് ഗ്രീഷ്മ കേസിൽ പ്രതിയാകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അവർക്കിപ്പോൾ 4 സെക്ഷൻസ് ചുമത്തിയിട്ടാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ വിധി വന്നത്. കോടതിയുടെ വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ അംഗീകരിക്കുകയാണ്. കൂടാതെ ശിക്ഷ നാളെ വരുന്നതാണ്. അപ്പോൾ ശിക്ഷയും പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ അമ്മയും അമ്മാവനെയും ഏറെക്കുറെ വെറുതെ വിട്ട അവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അമ്മാവനെതിരെ തെളിവ് നശിപ്പിക്കലിന് കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമ്മേനെ വെറുതെ വിട്ടു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോടതി വിധിയെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. അപ്പോൾ തൃപ്തരാണ്. തീർച്ചയായിട്ടും. അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് തീരുമാനിച്ചു. ഇൻ കേസ് എന്തെങ്കിലും നാളെ വിധി വന്നതിന് ശേഷം നാളെ വിധി വന്നതിന് ശേഷം ഇൻ കേസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് തീർച്ചയായിട്ടും. കാരണം ഈ കേസ് ഇത്രത്തോളം എത്തിയത് തന്നെ സാറ് വിനീത് കുമാറാണ് സാറിൻ്റെ പേര്, അഡ്വക്കേറ്റ്. അപ്പോൾ സാറായിരുന്നു ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നായാലും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു വന്നത്. പിന്നെ ഗവൺമെൻറ് ഭാഗത്തുനിന്നായിരുന്നു നടത്തിയിരുന്നു. അത് അവർക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ അവർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും അത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ അത് നടന്നില്ല. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള നല്ലൊരു സപ്പോർട്ടായിരുന്നു. അത് എടുത്തു പറയാനാണെങ്കിൽ നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺസൺ സാറ്, റാഷിദ് സാറ്, പിന്നെ സുൽഫീഖർ സാറ്, അതുപോലെ തന്നെ ശില്പ മാഡം തുടക്കത്തിലുണ്ടായിരുന്നു.